വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു കുഞ്ഞുങ്ങളെ മാറ്റങ്ങളുടെ രസതന്ത്രം, അല്ലെങ്കിൽ ദ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. അപ്പോൾ അതിൻ്റെ 3 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. 3 പാർട്ടിൻ്റെ ഇപ്പോൾ ഇന്ന് കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കേട്ടോ. ഇത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യാനാ, അല്ലെങ്കിൽ PDF ഒക്കെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇടണം. അപ്പോൾ ഇത് എഴുതിയെടുക്കാൻ എന്താ കുഞ്ഞുങ്ങളെ ഒരു ബുദ്ധിമുട്ട്? ഒരു അരമണിക്കൂർ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എഴുതി തരുമ്പം അത് നോക്കി നിങ്ങൾക്കൊരു 10 മിനിറ്റ് എഴുതിയെടുക്കാൻ സമയം കിട്ടുന്നില്ലയോ? എപ്പോഴെങ്കിലും ഒരു ദിവസം 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ എടുത്ത് നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ സമയമില്ലേ കുഞ്ഞുങ്ങളെ? കമൻറ്റ് ബോക്സിൽ ഞാൻ അങ്ങനെ ഒന്ന് കണ്ടായിരുന്നു കേട്ടോ. എഴുതി എടുക്കണേ കുഞ്ഞുങ്ങളെ, കഷ്ടപ്പെട്ടെങ്കിലേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഏത് കാര്യത്തിനായാലും, പഠിക്കുന്നതെന്നല്ല, ഏത് കാര്യത്തിനായാലും നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, അഥവാ ഇനി എഴുതാൻ വയ്യാതെ എന്താ ഇതുവരെ നോട്ടൊന്നും കിട്ടാത്തവരാണെങ്കിൽ തന്നെ എന്താ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കാം. മാറ്റർ എന്നാൽ എന്തെന്നാണ്, വോളിയം എന്നാൽ എന്തെന്നാണ് കണ്ടോ, മാസ് എന്നാൽ എന്തെന്നാണ് കണ്ടോ. ഒന്നാമത്തത് ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകൾ ഏതെല്ലാം, ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്താണ് കണ്ടോ. ഫിസിക്കൽ ചേഞ്ചിൻ്റെ തന്നെ 2-3 എണ്ണം പറയുന്നുണ്ട്. പിന്നെ സ്ലോ ചേഞ്ചും ഫാസ്റ്റ് ചേഞ്ചും ഏതൊക്കെയാണെന്നും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്തെന്ന് ഒരു മാർക്കിനൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഒരു മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും, അതിനൊരു എക്സാമ്പിൾ ഒന്നല്ല, ഒരുപാട് എക്സാമ്പിളുണ്ട്. പിന്നെ എല്ലാ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ, ഇതൊക്കെ നോക്കിക്കൊണ്ടേ നിങ്ങൾ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഇപ്പോൾ ഇത് ഈ ലിങ്ക് ഇടുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീരും കേട്ടോ. ഇപ്പം മൊത്തം നോട്ടും നമ്മൾ ഇതിനകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി സ്പീഡിൽ പോകുന്നുണ്ട്, കാരണം ഇതിൻ്റെ ലെറ്റേഴ്സും എല്ലാം ഇതിനകത്തിൽ പറയുന്നത് കൊണ്ട് ഒരു ഇച്ചിരി സ്പീഡുണ്ട് കേട്ടോ. ഒന്നും തോന്നല്ലേ, കാരണം ഇതെല്ലാം നമ്മൾ 3 വട്ടം ഇട്ടത് കൊണ്ടാണ് കേട്ടോ. അഥവാ ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഫിസിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ്, ഭൗതിക മാറ്റവും രാസമാറ്റവും, ഇതൊക്കെ നമ്മൾ ഒത്തിരി എക്സസൈസ് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ സബ്ലിമേഷൻ എന്നാൽ എന്താണ് കേട്ടോ, ഉത്പാദനം എന്നാൽ എന്താണ്, അവസ്ഥാ പരിവർത്തനം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണ് കണ്ടോ, ഇതൊക്കെ എഴുതാനേ കുഞ്ഞുങ്ങളെ. അതുപോലെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും എങ്ങനെയാണ്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുമുണ്ട്. പിന്നെ ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയാണ്, ഫ്രീസറിൽ വെച്ച വെള്ളം ഐസായിട്ട് മാറുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഫസ്റ്റ് പാർട്ടിലിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റിയാക്റ്റൻ്റ് എന്താണ്, പ്രൊഡക്റ്റ് എന്താണെന്ന് കേട്ടോ. റിയാക്റ്റൻ്റ് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു കൂടി ചേർക്കുന്നതിനെയാണ് റിയാക്റ്റൻ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് പ്രൊഡക്റ്റുമാണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്നാൽ എന്ത് നോക്കൂ നിങ്ങൾ, എൻ്റെ മലയാളവും ഇംഗ്ലീഷും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടേ, എൻഡോതെർമിക് റിയാക്ഷൻ എന്നാൽ എന്ത്, ഇത് നിങ്ങൾക്കിത് അതുപോലെ അങ്ങ് എഴുതിയെടുത്താൽ പോരായോ അല്ലേ. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ നിങ്ങളെ. 2 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് 2 എണ്ണം അതുപോലെ എഴുതിയെടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ, അതുപോലെ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെയാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. തെർമോ മീൻസ് ചൂടുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ, താപരാസ പ്രവർത്തനങ്ങൾ, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടാവും നിങ്ങളെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ അത് അത്രയായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റിനകത്തിലെ ടെസ്റ്റ് വായിച്ചിട്ട് തന്നെയാവും നിങ്ങളെ ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. അപ്പം താപമോചക പ്രവർത്തനങ്ങളും താപ ആഗീരണ പ്രവർത്തനങ്ങളും അല്ലേ, എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷൻ വരെ നമ്മൾ പറഞ്ഞതാണ്. ഇനിയും പറയുന്നത് പ്രകാശരാസ പ്രവർത്തനങ്ങൾ, പ്രകാശവുമായിട്ട് ഫോട്ടോവുമായിട്ട് ബന്ധപ്പെട്ട മീൻസ് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. എളുപ്പം ഞാൻ വായിച്ചിട്ട് എളുപ്പം പറഞ്ഞു പോകുന്നത്. നമുക്ക് ഈ ഒരു ലിങ്കും കൊണ്ട് ഈ ചാപ്റ്റർ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം, കാരണം 4 പാർട്ടായിട്ടുണ്ട് കേട്ടോ. നോക്കൂ നിങ്ങളെ, ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. നിങ്ങൾ ഇതിനകത്തിൽ എന്തിനോട് ചേർക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഈ പാഠത്തിനകത്തിൽ നോക്കൂ നിങ്ങളിവിടെ സിൽവർ നൈട്രേറ്റ് ലായനി സോഡിയം ക്ലോറൈഡ് ലായനിയുമായിട്ട് ചേർക്കുക. മനസ്സിലായോ? അന്നേരം എന്നിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും വെക്കുക. നോക്കിയേ, ഒന്ന് കറുത്ത കടലാസിൽ വെച്ചും മറ്റേത് തുറന്നും. അപ്പം എന്താ, പ്രകാശം തുറന്നു വെച്ചാൽ അതിനകത്തിൽ പ്രകാശം കയറും അല്ലേ, അടച്ചു വെച്ചാലോ അതിനകത്തിൽ പ്രകാശം കയറത്തില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താണ്, 2 ഗ്ലാസ്, അതായത് ബൗളുണ്ടല്ലോ നിങ്ങളെ, വെളുത്ത ബൗള്, അത്ര ഉദ്ദേശിച്ചാൽ മതി. അതിൽ സിൽവർ നൈട്രേറ്റ് ലായനി ആദ്യമായിട്ടൊക്കെ കേൾക്കുമായിരിക്കും, എന്നാലും അത് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതെടുത്ത് സോഡിയം ക്ലോറൈഡ് ലായനി, അതിനകത്തിൽ സോഡിയം ക്ലോറൈഡ് ലായനി കേട്ടോ,
ചേർക്കുക. അപ്പോൾ എന്താ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ അന്നേരം ഇത് ചേർത്തിട്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് എന്താ കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും വെക്കുക. അല്പസമയത്തിന് ശേഷം നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക. ഇവിടെ എന്ത് ഊർജ്ജ രൂപമാണ് നിറമാറ്റത്തിന് കാരണം? ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന എന്താവും നിങ്ങൾ ഏതാണ്ട് ഏത് കളർ അങ്ങ് മാറി ലൈറ്റ് കളർ കണ്ടോ ചേഞ്ച് ചെയ്തേക്കുന്നുണ്ടോ? മറ്റേതിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, അടച്ചു വെച്ചതിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, തുറന്നു വെച്ചതിൻ്റെ കളറ് മാറി. അപ്പം ഈ ഊർജ്ജ രൂപത്തിന് കാരണം അവിടെ എന്താണ്? ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശ ഊർജ്ജമാണ്. നമ്മൾ പഠിക്കുന്നതല്ലേ പ്രകാശ ഊർജ്ജത്തെക്കുറിച്ചല്ലേ കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്, മനസ്സിലായോ? പ്രകാശ ഊർജ്ജം ലൈറ്റ് അടിച്ചപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സിൽവർ നൈട്രേറ്റ് ലായനിയിലോട്ട് സോഡിയം ക്ലോറൈഡ് ലായനി ഉപയോഗിച്ചപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് അടച്ചും വെച്ചു ഒന്ന് തുറന്നും വെച്ചു. തുറന്നു വെച്ചതിൻ്റെ കളർ അങ്ങ് മാറി, അതാ സംഭവം കേട്ടോ. കളറ് മാറി, മറ്റേതിന് ഒരു കുഴപ്പവും പറ്റില്ല. ഇവിടെ നോക്കി ഏത് ഊർജ്ജ രൂപമാണ് കാരണം? ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശോർജം. ഇവിടെ അഭികാരങ്ങളായ സിൽവർ നൈട്രേറ്റ് സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് എന്തുണ്ടായി കുഞ്ഞുങ്ങളെ? സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. സിൽവർ നൈട്രേറ്റും ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, സിൽവർ നൈട്രേറ്റും സിൽവർ ക്ലോറൈഡും കൂടി ചേർന്നപ്പോൾ സിൽവർ നൈട്രേറ്റും സിൽവർ ക്ലോറൈഡൂടെ ചേർന്ന് എന്തുണ്ടാകുന്നു? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടെ ചേർന്നപ്പോൾ സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നതാണ് തുറന്ന വെച്ച പഞ്ഞി കറുത്തു പോകാൻ കാരണം. ഇതിനുള്ള കാരണവും ഇവിടെ തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അത് കറുത്തു പോയത്. നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത ചോദ്യത്തിൻ്റെ കൂടെ തന്നെ ഉത്തരവ് എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തപ്പി നടക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ ഇതിന് കാരണം? ഇതിൻ്റെ കളറ് മാറാൻ കാരണം എന്താണ്? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത് അത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നതാണ് തുറന്നു വെച്ച പഞ്ഞി കറുത്തു പോകാൻ കാരണം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് എന്താ അവിടെ മാറ്റം സംഭവിച്ച എന്താണെന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരവും അവിടെ തന്നെയുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല. ഇവിടെ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാലേ നമ്മുടെ കാണാൻ പറ്റുന്നുണ്ടോ? സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഉപ്പുണ്ടല്ലോ നിങ്ങളെ ഉപ്പ്, ഇത് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമായിരിക്കും. ഉപ്പിനാണ് ഈ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് ലായനി ഉണ്ടല്ലോ അതാ. സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡൂടെ ചേർന്ന് ചിലപ്പോൾ ഫില്ലപ്പിനും മാച്ച് ദ ഫോളോയിനും ഒക്കെ ചോദിക്കാം കുഞ്ഞുങ്ങളെ, സിൽവർ ക്ലോറൈഡാണ് ഉണ്ടാകുന്നത്. സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡൂടെ ചേർന്ന് സിൽവർ ക്ലോറൈഡാണ് കേട്ടോ. സിൽവർ നൈട്രേറ്റിൻ്റെ AgNO3, സിൽവറിന് നമ്മൾ Ag എന്ന കെമിക്കൽ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിയണേ നിങ്ങൾ. Ag നൈട്രേറ്റിന് NO3 കേട്ടോ, കെമിക്കൽ സിൽവർ നൈട്രേറ്റിന് AgNO3. അതുപോലെ സോഡിയം ക്ലോറൈഡിന് NaCl, സോഡിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുലൻ്റെ NaCl കേട്ടോ. സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും സംയുക്തമാണ് അപ്പം നമുക്ക് കിട്ടിയത് കേട്ടോ. ഇവിടെ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡ് ചേർന്ന് എന്താ കുഞ്ഞുങ്ങളെ? സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇതൊന്ന് അറിയണേ, ഇതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് ആണ് അടുത്തത്. എന്താ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് സിൽവർ ക്ലോറൈഡ് എന്താ കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സിൽവർ ക്ലോറൈഡ് എന്ന് വെച്ചാൽ സിൽവറും ക്ലോറിനും കേട്ടോ. സിൽവറിൻ്റെ കളറ് പ്രകാശം അടിക്കുമ്പോൾ അങ്ങ് ബ്ലാക്ക് കളറായിട്ട് അങ്ങ് മാറും കേട്ടോ. പ്രകാശം അതിനായി ഇവർ ഇങ്ങനെ എന്താ ഇത് തുറന്ന് വെച്ചും ഇത് അടച്ച് വെച്ചും കാണിച്ചത്. ഇതൊരു എന്താ എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണേ, നിങ്ങൾ ഇതൊക്കെ ചെയ്ത് എന്താ നോക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിൻ്റെയും പേര് നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. സിൽവർ നൈട്രേറ്റ് ലായനി കേട്ടോ, സോഡിയം ക്ലോറൈഡ് ലായനി, ഇതൊക്കെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡൂടെ ചേർന്നപ്പോൾ എന്തുണ്ടായി? സിൽവർ ക്ലോറൈഡ് ഉണ്ടായി കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ്. ഇവിടെ നോക്കൂ നിങ്ങളെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ കണ്ടോ, സൂര്യപ്രകാശത്തിൽ നിന്നും എന്താണ് ഇവർക്ക് കിട്ടുന്നത്? ലൈറ്റ് എനർജി അല്ലേ, പ്രകാശോർജമാണ് കിട്ടുന്നത് ആണല്ലോ നിങ്ങളെ. നോക്കിക്കേ, ഈ ചെടിക്ക് എന്താണ് കിട്ടുന്നത്? ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തുണ്ടോ? ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശോർജമാണ്. ഇലകളിൽ എന്തെല്ലാം ഉണ്ട്? ഗ്ലൂക്കോസും ഓക്സിജനും. ഇലയ്ക്കുള്ളിൽ ഇതിനകത്ത് അപ്പം എന്തോ ഉണ്ട്? ഈ പ്ലാന്റ്സിനകത്ത് ഗ്ലൂക്കോസ്, ഓക്സിജന്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ്
ഈ പടം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, കണ്ടോ, ഇവയെല്ലാം നമ്മൾ ഈ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഇലയ്ക്കുള്ളിൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ ഇലകൾക്കുള്ളിൽ വെച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആഹാരം പ്രിപ്പയർ ചെയ്ത് എല്ലാം ചെയ്യുന്നത് അല്ലേ, അതൊക്കെ അറിയത്തില്ലേ. അപ്പം നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഇതിനകത്തിൽ ചേർന്നിട്ട്, കേട്ടോണേ, കാർബൺ ഡൈ ഓക്സൈഡും ജലം എന്നിവ ചേർന്ന് എന്തൊക്കെ ഉണ്ടാകുന്നു, ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഇവിടെ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാം, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ റിയാക്റ്റൻ്റ്, ഇംഗ്ലീഷുകാരെന്താവും നിങ്ങളെ റിയാക്റ്റൻ്റ്, മലയാളംകാർക്ക് അഭികാരങ്ങൾ ഏതൊക്കെയാണ്. ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്, സൂര്യപ്രകാശമുണ്ട്, ചെടിയുണ്ട് അല്ലേ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ അഭികാരങ്ങൾ ആരാണ്? റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, കൊടുക്കുന്നത്, എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ, നമ്മളത് പഠിച്ചതാ. എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് അല്ലേ, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് കിട്ടിയത്? ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, പ്രോഡക്റ്റ് ആണ് അല്ലേ. എന്തൊക്കെ പ്രൊഡക്റ്റാണ് കിട്ടിയത്? ഗ്ലൂക്കോസും ഓക്സിജനും. കേട്ടോ, മലയാളവും ഇംഗ്ലീഷും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ, ഇവിടെ വരച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഇംഗ്ലീഷും മലയാളവും രണ്ട് കൂട്ടർക്കും വേണ്ടിയാവും ഞാനിത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? അടി ആരോ മാർക്കൊക്കെ സൂര്യപ്രകാശത്തിൽ നിന്നുണ്ട് ഇതിലോട്ട് എന്തോ കിട്ടുന്നുണ്ട്, ലൈറ്റ് എനർജി കിട്ടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടെ കിട്ടുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നു, ഗ്ലൂക്കോസും ഓക്സിജനും കിട്ടുന്നു കേട്ടോ. ഇതെല്ലാം ഇവിടുത്തെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും അല്ലെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിവിടെ നോക്കിയേ, പ്രകാശ സംശ്ലേഷണ സമയത്ത് റിയാക്റ്റൻ്റ് അല്ലെ അഭികാരങ്ങൾ എന്ന് പറയുന്നത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്യപ്പെട്ടത്? ഇവിടെ നമ്മുടെ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏത് ഊർജ്ജമാണ് തന്നെ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നത്? ലൈറ്റ് എനർജി ആവും നിങ്ങളെ കേട്ടോ. ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശോർജ്ജം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? പ്രകാശ സംശ്ലേഷണം ഓക്കെ ആണല്ലോ. ഏത് എനർജി അവിടെ കിട്ടുന്നതെന്ന് നമുക്കറിയാം, ലൈറ്റ് എനർജിയാണ് അല്ലേ. അടുത്ത് നോക്കിയാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസാണ് അന്നജമായി മാറി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത് അല്ലേ. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണല്ലോ പ്രകാശ സംശ്ലേഷണം, ഇല്ലയോ? ഭൂമിയിൽ ജീവന്റെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് അല്ലേ. പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു, പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ലൈറ്റ് എനർജി കേട്ടോ, പ്രകാശ ഊർജം. ഇനി നോക്കൂ നിങ്ങളെ, ഈ പ്രക്രിയയിൽ പ്രകാശോർജം, ഇവിടെ തന്നെ ഉത്തരം ഞാൻ പറഞ്ഞില്ലേ, പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു. നാം ഇപ്പോൾ പരിചയപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളിലും പ്രകാശോർജമാണ് ആഗിരണം അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന പാഠത്തിനകത്തിൽ എന്താ അബ്സോർബ് ചെയ്യുന്നതും ലിബറേറ്റ് ചെയ്യുന്നതും എന്തൊക്കെയാണെന്നാവും നിങ്ങളെ അറിയണ്ട കേട്ടോ. അബ്സോർബ് കഴിഞ്ഞാൽ എന്താ ആഗിരണം ചെയ്യുന്നത്, ലിബറേറ്റ് ചെയ്തെന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശത്തിനെ എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സ് ഇങ്ങനെ സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കൂ നിങ്ങളെ, ഇപ്പോൾ ആഗിരണം ചെയ്യപ്പെടുന്ന എന്തൊക്കെയാണ്, അതായത് അബ്സോർബ് ചെയ്യപ്പെടുന്ന എന്തോത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതാ? ഫോട്ടോസിന്തസിസിനകത്തിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ പഠിച്ചില്ലാണ്ട്, അഭികാരങ്ങളും റിയാക്റ്റൻറ്റും എന്താണ്, ഇവിടെ ഏത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിയോ നിങ്ങളെ, മിന്നാമിനുങ്ങ് അല്ലെങ്കിൽ ഫയർ ഫ്ലൈസ് അല്ലേ. ഇത് മിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ, മിന്നാമിനുങ്ങ് അല്ലേ. നമ്മൾ മിന്നാമിനുങ്ങിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫേറസ്, പേരൊന്ന് ഓർത്ത് വെച്ചോണ്ടോ നിങ്ങളെ, ലൂസിഫറസ് അല്ലേ, ലൂസിഫേറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. എല്ലാം മോഹൻലാലിൻ്റെ പടം തോന്നില്ലയോ? ലൂസിഫർ ദൃശ്യം, പ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസം ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലൂമിനസ്നെസ് കേട്ടോ, അതൊന്ന് നല്ലപോലെ പറയണേ കുഞ്ഞുങ്ങളെ, ബയോലൂമിനസ് സെൻസ് കേട്ടോ, SCE സ്പെല്ലിങ് നല്ലപോലെ എന്നറിയണേ, ബയോലൂമിനസ് സെൻസ് കേട്ടോ എന്നാണ്, അതായത് ജൈവദീപ്തി എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ചിട്ട് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികൾക്കും പുഴുക്കൾക്കും ഈ ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്.
മിന്നാമിനിങ്ങിനെ കുറിച്ചാവും നിങ്ങളെ, മിന്നാമിനിങ്. അപ്പം ബയോലൂമിനസെൻസ്, ആ സ്പെല്ലിങ് നോക്കണേ നിങ്ങളെ. ബയോലൂമിനസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അതിൻ്റെ കൂടെ ഒരു സെൻസ് കൂടെ അടിച്ചു തരാം കേട്ടോ. ജൈവദീപ്തി എന്നാൽ എന്ത്? ദ കെമിക്കൽ ലൂസിഫറിൻ അബ്സോർബ് അൾട്രാവയലറ്റ് റേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ലൂസിഫറേസ് presents in the body of fireflies and emit visible light. This phenomenon is known as the bioluminescence. കേട്ടോ, ഇച്ചിരി കട്ടി ഈ സ്പെല്ലിങ്, ബയോലൂമിനസെൻസ്. അതിൻ്റെ കൂടെ ഒരു സെൻസ് അടിച്ചാൽ മതി കേട്ടോ. അപ്പം അതിൻ്റെ മലയാളം ഉണ്ടാവും നിങ്ങളെ നോക്കിക്കേ. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫേറസ്, ഇത് ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ കേട്ടോ ലൂസിഫേറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ, ലൂസിഫേറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു, ഏത് രാസവസ്തുവാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ലൂസിഫെറിനാണ്, തിരിഞ്ഞു പോകരുത് കേട്ടോ. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫേറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗീരണം ചെയ്യുകയാണ്. നമ്മൾ അബ്സോർബിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആഗീരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസത്തെ എന്ത് പറയുന്നു? ജൈവദീപ്തി എന്ന് പറയുന്നു കേട്ടോ. ഇനി പ്രകാശ ഊർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ. ഞാൻ പ്രധാനപ്പെട്ടതാണ് ഈ എഴുതി വെക്കുന്നത്, ബാക്കിയെല്ലാം നമ്മൾ ടെസ്റ്റിൽ അടയാളപ്പെടുത്തുക. പ്രകാശരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാൽ എന്ത്? ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്. ഒന്നുകിൽ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുക. എന്തിനാ? ലൈറ്റ് എനർജി ഈസ് നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അവർ കുറെ ചോദ്യം തോണ്ടാവും നിങ്ങളെ. താഴെ ചില മരുന്നുകളെ ബ്രൗൺ നിറമുള്ള കുപ്പിയിൽ സൂക്ഷിക്കുന്നു, കാരണം എന്താണ്? ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിലാണ്. എന്താണെന്നറിയോ? ഈ വെള്ള കളറിലുള്ള കുപ്പിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രകാശം പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അതായത് നോക്കിയേ, ചില മരുന്നുകൾ സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ കളർ ബോട്ടിൽ. വാട്ട് കുഡ് ബി ദ റീസൺസ്? ദാറ്റ് മെഡിസിൻസ് അണ്ടർഗോ ഡീകമ്പോസിഷൻസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഈ മരുന്ന് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് വിഘടിക്കുന്നു. ഈ വെള്ള ബോട്ടിലാണെങ്കിൽ അതിലോട്ട് പെട്ടെന്ന് പ്രകാശം അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അന്നേരം എന്ത് ചെയ്യുന്നു? ഈ മരുന്നുകൾ വിഘടിക്കും കേട്ടോ. ഡീകമ്പോസിഷൻസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് കേട്ടോ. അതൊരു മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്നതാവും നിങ്ങളെ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത, സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ലേ? സിൽവർ നൈട്രേറ്റിനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാ. എന്താ ഈ സിൽവർ നൈട്രേറ്റ് വെളിയിൽ വെച്ച് പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറുമെന്ന് മുമ്പ് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഒരു എക്സ്പെരിമെൻറ്റിൽ അല്ലേ. വെളിയിൽ വെച്ചാൽ പ്രകാശം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് കളർ മാറുന്നു. മുമ്പ് നമ്മൾ പഠിച്ചതാ. ഒന്ന് അടച്ചും വെച്ച് ഒന്ന് തുറന്നും വെച്ച് അല്ലേ. സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ട്? സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പെയറൻറ്റ് ബോട്ടിൽ. വൈ? സിൽവർ നൈട്രേറ്റ് ഡീകമ്പോസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അതും എന്താവും നിങ്ങളെ? സിൽവർ പ്രകാശവുമായിട്ട് വിഘടിക്കുന്നത് കൊണ്ടാണ്. സിൽവർ നൈട്രേറ്റ് പ്രകാശവുമായിട്ട് അത് വിഘടിക്കുന്നത് കൊണ്ടാണ് അതെന്താ അവർ വെള്ളക്കുപ്പിയിൽ അതും വെക്കാത്ത കേട്ടോ. നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ട്? സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ട്? അതും പ്രസൻസ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ, നമുക്കിപ്പോൾ ഇത് ഇച്ചിരി തോണിയും പഠിക്കാനുണ്ട്. അതുകൊണ്ടാട്ടോ. ആ വൈദ്യുത രാസപ്രവർത്തനങ്ങളാവും നിങ്ങളെ അടുത്ത്. വൈദ്യുതി അല്ലേ. വൈദ്യുതി എന്ന് വെച്ചാൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. ഇവിടെ നോക്കിക്കേ, 2 ബാറ്ററിയുടെ, നമ്മുടെ ക്ലോക്കിൽ ഇടുന്ന ബാറ്ററി ഉണ്ട്, അല്ലാത്തൊരു ബാറ്ററി, 2 ബാറ്ററി അല്ലേ. ഇവയെ നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളാണോ? അതെ, നമ്മൾ ബാറ്ററി കണ്ടിട്ടില്ലേ? ഉണ്ട്. നോക്കിക്കേ, ഇത് ഡ്രൈസെൽ എന്ന പേരിലാണ് ഇവയെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിനെ എന്താ പേരിൽ അറിയപ്പെടുന്നത്? ഡ്രൈസെൽ. ഡ്രൈസെല്ലിൻ്റെ ഉപയോഗം നോക്കൂ നിങ്ങളെ. ദേ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു റിമോട്ടിലിടുന്നതാണെങ്കിലും അതിനകത്തിലൊക്കെ എന്തുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡ്രൈസെൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജിയെ. ഡ്രൈസെല്ലിൽ രാസോർജത്തിനെ വൈദ്യുതോർജ്ജമായി മാറ്റുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡ്രൈസെല്ലിൻ്റെ ഭാഗങ്ങളും അതിനെക്കുറിച്ചും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡ്രൈസെല്ലിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ അതിൻ്റെ ഒരു ഭാഗങ്ങൾ. ഈ ഡ്രൈസെല്ലിനകത്ത് പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട് കേട്ടോ. നമ്മുടെ ബാറ്ററിക്കകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അത് നമുക്കറിയാം. ഇനി നോക്കി, അതിനകത്ത് ഒരു കാർബൺ ദണ്ടുണ്ട്, മാംഗനീസ് ഡൈ ഓക്സൈഡും
കാർബൺ പൊടിയും ഇതിനകത്തുണ്ട്, സിങ്ക് പാത്രം ഉണ്ട് ഇതിനടിക്ക്, അമോണിയം ക്ലോറൈഡിൻ്റെ പേസ്റ്റ് ഉണ്ട്, ഇൻസുലേഷൻ ഉണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആ ബാറ്ററിക്കകത്തിൽ കേട്ടോ. ട്രൈസെല്ലിൽ രാസോർജം വൈദോർജമാക്കി മാറ്റുന്നു എന്നോർത്തോണേ കുഞ്ഞുങ്ങളെ. ട്രൈസെല്ലിനെ എന്ത് ചെയ്യുക, കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാം. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടർ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഏതാ? ഡ്രൈ സെല്ലാണ് കേട്ടോ, ഡ്രൈ സെല്ല്. ചിലപ്പോൾ അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു ബീക്കറിൽ ഗാഢ ഉപ്പ് ലായനി. ഈ ഉപ്പിനെ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, എന്തായിരുന്നു ഉപ്പിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു കുഞ്ഞുങ്ങളെ? ഉപ്പ് സോഡിയം ക്ലോറൈഡ് അല്ലേ, NaCl സോഡിയം ക്ലോറൈഡ് ഉപ്പ്. ഇവിടെ ഒരു ബീക്കറിൽ ഗാഢ ഉപ്പ് ലായനി, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉപ്പ് ലായനി സോഡിയം ക്ലോറൈഡ് കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ, സോഡിയം ക്ലോറൈഡ് ഉപ്പ് ലായനി എടുക്കുക. ഒരു ബീക്കറിൽ ഒരു പാത്രത്തിൽ ബീക്കറിൽ ഉപ്പ് ലായനി അതായത് സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിൽ 3-4 തുള്ളി ഫീനോഫ്താലിൻ ചേർക്കുക. അതിന് ഈ വെള്ളത്തിനകത്തിലോട്ട് 3-4 തുള്ളിയാണ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഡ്രോപ്പ് ഫീനോഫ്താലിൻ ഒഴിക്കുക. ഒരു ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ചെമ്പ് കമ്പിയുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കി വെക്കുക. നോക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിത് നല്ലതുപോലെ അറിയണേ. നടി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. ഈ വലിയ വര പോസിറ്റീവിനെയും ചെറിയ വര നെഗറ്റീവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിത് ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഇത് വരച്ച് ചിലപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഈ വലിയ വര പോസിറ്റീവിനെയും ചെറിയ വര നെഗറ്റീവിനെയും ഇവിടെ പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇത് സ്വിച്ചാണ് കേട്ടോ, സ്വിച്ച് കണ്ടോ. ഇതിങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരിടത്തോട്ടാണെങ്കിൽ ആ സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നതും അതിങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്തതൊക്കെ അറിയണം കേട്ടോ. പോസിറ്റീവും നെഗറ്റീവുമാണ് കേട്ടോ. ഇരു ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 2 ചെമ്പ് കമ്പിയുടെ അഗ്രങ്ങൾ നോക്കിയേ. ഈ ഒന്ന് പോസിറ്റീവിലും ഒന്ന് നെഗറ്റീവിലും ആവും നിങ്ങളെ ഇരിക്കുന്നത്. അതിലൊരു ചെമ്പ് കമ്പി ഇതാണ്ട് കണ്ടില്ലോ, കമ്പി അവിടെ അഗ്രങ്ങൾ ഈ ഉപ്പും ഫിനോഫ്താലിനും കൂടെ ചേർന്ന വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാനാ. അവിടെ എന്ത് കാണപ്പെടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതൊക്കെ പിങ്ക് നിറം സൂചിപ്പിക്കുന്നത് എന്തിൻ്റെ സാന്നിധ്യത്തെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഒരു പിങ്ക് നിറമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ പടം ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസർ ഇപ്പുറത്തുണ്ട്. അവിടെ ആ പടം നിങ്ങളുടെ മനസ്സിൽ വേണേ. നോക്കിയേ, സോഡിയം ക്ലോറൈഡ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഉപ്പ് അല്ലേ. ഈ സോഡിയം ക്ലോറൈഡ് ഉപ്പും അതുപോലെ തന്നെ ഇവിടെ വിഘടനം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവ ബേസ് കൂടി ഉൽപ്പന്നമായി ഉണ്ടായി. ഇത് പിങ്ക് നിറം അന്നേരം ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടി ഒഴിക്കുമ്പോൾ നിങ്ങളെ നമ്മുടെ സോഡിയം ക്ലോറൈഡും ഫീനോഫ്താലിനും കൂടാണ് ഇതിനകത്ത് കലർത്തി വെച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അന്നേരം നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് ഈ സോഡിയം ക്ലോറൈഡ് വിഘടിക്കുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായിട്ടുണ്ടാകുന്നു. സോഡിയം ക്ലോറൈഡ് അത് വിഘടിക്കുമ്പോൾ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ നിങ്ങളെ അവിടെ പിങ്ക് നിറത്തിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതിന് സഹായിച്ച ഊർജം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഇതിൻ്റെ സഹായിച്ച ഊർജ്ജ രൂപം ഇവിടെ ഏത് ഊർജ്ജമാവും നിങ്ങളെ? അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ഏതാ? വൈദ്യുതോർജ്ജമാണ് കേട്ടോ. ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ ഉണ്ടായത്. ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല. നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാവും. സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ, സോഡിയം ക്ലോറൈഡ് ലായനി വിഘടിച്ച് എന്തുണ്ടാകുന്നു നിങ്ങളെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഇതെന്താ? ഈ ലായനി പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്, പിങ്ക് നിറം കേട്ടോ. അപ്പം ഇവിടെ ഏത് ഊർജ്ജമാണ് ഉണ്ടായത്? ഇവിടെ വൈദ്യുതോർജ്ജമാണ് ഉണ്ടായത്. അപ്പോൾ ആ വൈദ്യുതോർജ്ജം ആഗീരണം അബ്സോർബ് ചെയ്താണ് അല്ലേ, ആഗീരണം ചെയ്ത എന്ന രാസപ്രവർത്തനം നടന്നത്. ആഗീരണം അബ്സോർബ് എന്നാണ് ഓർത്തോണ്ടോ ചെയ്താണ് ഉണ്ടായത് കേട്ടോ. അപ്പം നമ്മളോട് അടുത്ത പ്രധാനപ്പെട്ട, ഇതെല്ലാം പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഇതിനകത്തിൽ തന്നെ ചോദ്യവും ഉത്തരവുള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞതാണ്. അല്ലാതെ ഞാൻ ഈ തരുന്ന പേപ്പറിൽ എഴുതി തരുന്നത് മാത്രമല്ല നോട്ട്. കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ എപ്പോഴും ടെസ്റ്റ് വെച്ച് വേണം പഠിക്കാൻ കേട്ടോ. ടെസ്റ്റിൽ തന്നെ ഉണ്ട് ചോദ്യവും ഉത്തരവും. അതുകൊണ്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സോഷ്യലും ഒക്കെ ടെസ്റ്റ് വെച്ച് തന്നെ വേണം കുഞ്ഞുങ്ങളെ പഠിക്കാൻ കേട്ടോ. ഇലക്ട്രോലൈസിസ് എന്നാൽ എന്താണ്? വൈദ്യുത വിശ്ലേഷണം എന്നാൽ എന്ത്? ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിംഗ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോലൈസിസ്. വൈദ്യുതോർജ്ജം ആഗീരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നു. എന്താ നിങ്ങളെ? വൈദ്യുതോർജ്ജം
ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനം വൈദ്യുത വിശ്ലേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്ത നോക്കുന്നില്ല. അപ്പോൾ അതെ, ഒരു ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. അടുത്ത നോക്കുന്നില്ല. ഇവിടെ നമ്മൾ ആഗിരണത്തേക്ക് അബ്സോർബ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നാണ് ഇവിടെ സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡിനെ കുറിച്ചും അത് പിങ്ക് നിറമാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ തങ്ങളിൽ ചേരുന്നു അതാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. നിങ്ങളെ അതാണ് നമുക്ക് കണ്ട ഇവിടെ ഉപ്പ് ലായനി സോഡിയം ക്ലോറൈഡ് ഫീനോഫ്താലിനുമായിട്ട് ചേർന്ന് കണ്ട ചെമ്പ് കമ്പി ഇതിനകത്ത് മുക്കിയിട്ടേക്കുകയാണ് കണ്ടോ. അപ്പം പോസിറ്റീവും നെഗറ്റീവും ടെർമിനലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ കേട്ടോ. പിങ്ക് നിറമായിട്ട് മാറുന്നതും ഒക്കെ. ഇലക്ട്രോലൈസിസ് എന്നാൽ എന്തെന്ന് പറഞ്ഞു. ഇനി ആസിഡ് ചേർത്ത ജലത്തിലൂടെ നിങ്ങളെ ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. നിങ്ങളെ ആസിഡ് ചേർത്ത ജലം വൈദ്യുതി കടത്തിവിടുമ്പോൾ, ആസിഡ് ചേർത്ത ജലം വൈദ്യുതി കടത്തിവിടുമ്പോൾ, ആസിഡ് ചേർത്ത അല്ലേ കടത്തിവിടുമ്പോൾ അതെന്താ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഇവിടെ വൈദ്യുതോർജ്ജമാണ് എന്ത് ചെയ്യുന്നത്, ആഗിരണം ചെയ്താണ് ജലം വിഘടിക്കുന്നത്. ജലം എങ്ങനെയാ വിഘടിച്ചത്? ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറിയത് വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് കേട്ടോ. വൈദ്യുതോർജ്ജം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി അല്ലേ. ഇലക്ട്രിക്കൽ എനർജി ആഗിരണം ചെയ്തപ്പോഴാണ്, അബ്സോർബ് ചെയ്തപ്പോഴാണ് ജലം വിഘടിച്ചത്. അതായത് ഒരു വൈദ്യുത വിശ്ലേഷണമാണ് ഇവിടെ അല്ലേ, വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ് ഇവിടെ. ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് നടക്കാറുണ്ട്. നോക്കൂ നിങ്ങളെ, സ്വർണം പൂശിയ ആഭരണങ്ങൾ, സ്പൂണുകൾ, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ നിങ്ങൾ കണ്ടിട്ടില്ലേ? നോക്കാം. ഇവ നിർമ്മിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്കൊരു ഇരുമ്പ് വളയുണ്ടല്ലോ നിങ്ങളെ, ബാംഗിൾസ്. ആ വളയിൽ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ, ചെമ്പിൻ്റെ ഇംഗ്ലീഷ് എന്താ, കോപ്പർ അല്ലേ, അത് പൂശിയാലോ. ദാണ്ട് ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് ഈ പടം ഇതേലെ പടം, ഇങ്ങനെയുള്ള പടം നമുക്ക് ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. അതിലപ്പം നിങ്ങൾ ആ പടം കാണുമ്പോഴേ ഓർത്തോണം, വലിയ വര പോസിറ്റീവിനെയും ചെറിയ വര നെഗറ്റീവിനെയും. ദാണ്ട് ഇങ്ങനെ കാണുന്നത് സ്വിച്ചാണ്, ഇത് അയണിൻ്റെ ചെമ്പ് കമ്പിയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നോക്കിക്കേ, അവർ പറഞ്ഞിരിക്കുന്നത് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാന അല്ലേ. അപ്പോൾ ഇവിടുത്തെ ചെമ്പ് തകിട് നോക്കൂ നിങ്ങളെ, കോപ്പർ പ്ലേറ്റ് കണ്ടോ ഒരു വശത്ത്, അതായത് അതിന് പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുകയാണ്. പോസിറ്റീവ് ചാർജ് ഈ സ്വിച്ച് ഓണാക്കുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജാണ് ഇരുമ്പ് വളയ്ക്കും കൊടുത്തേക്കുന്നത് കേട്ടോ. നെഗറ്റീവ് കോപ്പർ സൾഫേറ്റ് ലായനിയിലാണ് ഇത് രണ്ടും ഇട്ടിരിക്കുന്നത് കേട്ടോ. കോപ്പർ സൾഫേറ്റ് ലായനി. ബീക്കറിൽ ഏത് ലായനിയാണ് എടുത്തിരിക്കുന്നത്? ഈ ബീക്കറിനകത്തിൽ ഏത് ലായനിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കോപ്പർ സൾഫേറ്റ് ലായനിയാണ് കേട്ടോ. അതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും കേട്ടോ. ചെമ്പ് തകിട് ബാറ്ററിയുടെ ഏത് ടെർമിനലുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്? ഓക്കെ, ചെമ്പ് തകിട് അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് ഏതാണ്? പോസിറ്റീവ് കേട്ടോ. പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, വലിയ വര പോസിറ്റീവും ചെറിയ വര നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ പടം നോക്കി തന്നെ എഴുതാൻ അറിയണം കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളയ്ക്ക് മുകളിൽ ചെമ്പിൻ്റെ ചുവപ്പ് നിറം വരുന്നതായിട്ട് കാണാം. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളയ്ക്ക് മുകളിൽ ചെമ്പിൻ്റെ ചുവപ്പ് നിറം വരുന്നതായിട്ട് കാണാം. ഇനി ചെമ്പിന് പകരം വെള്ളിയായാലോ? നമ്മളിപ്പോൾ ചെമ്പ് പൂശുന്നതിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി അത് ചെമ്പിന് പകരം വെള്ളി അല്ലെങ്കിൽ സിൽവർ ആണ് പൂശേണ്ടതെങ്കിൽ ഏത് ലോഹത്തകിടാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്? സിൽവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിൽവർ അല്ലേ, സിൽവർ ആണ് പൂശേണ്ടതെങ്കിൽ സിൽവർ തന്നെ. പൂശേണ്ട ലോഹത്തിൻ്റെ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനുമായിട്ട് ബന്ധിക്കുക. ഏതാണോ നമ്മൾ പൂശേണ്ടത് അതാണ് പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് ഇപ്പം നമ്മൾ പടത്തിൽ കാണിച്ചല്ലോ. അപ്പോൾ ഏതാണോ പൂശേണ്ട ലോഹത്തിൻ്റെ തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനുമായിട്ട് ബന്ധിപ്പിക്കണം. അതേ ലോഹത്തിൻ്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ഉപയോഗിക്കണം. ഇനി ഇരുമ്പ് വളയിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് വെള്ളിത്തകിട് ഘടിപ്പിച്ച് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളുടെ മിശ്രിതം ഉപയോഗിക്കണം. ഇരുമ്പ് വളയിൽ ചോദ്യം കേട്ടോണ്ടോ നിങ്ങളെ, ഇരുമ്പിൻ്റെ വളയിൽ വെള്ളി പൂശണമെങ്കിൽ അതൊരു ചോദ്യമായിട്ട് വേണേൽ ചോദിക്കാം. നമ്മൾ ഇതുവരെ ഇരുമ്പിൻ്റെ വളയ്ക്കകത്ത് കോപ്പറും ഒക്കെ പൂശിയല്ലേ. ഇനി അതല്ല, നമുക്ക് വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് കൂടി വെള്ളിത്തകിട് ഘടിപ്പിച്ചിട്ട് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനിയുടെ ഒരു മിശ്രിതം ഉപയോഗിക്കണം. ഇതൊക്കെ അതിൻ്റെ കൂടെ ഉപയോഗിക്കണമെന്ന് കേട്ടോ.
ഇനി അതല്ല ഗോൾഡ് ആണെങ്കിലോ, സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ ആ ഇത് വെള്ളി ആയതുകൊണ്ട് വെള്ളിത്തകിട്, സ്വർണ്ണമായതുകൊണ്ട് സ്വർണ്ണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുകയും ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനി ഉപയോഗിക്കുകയും വേണം. ഇത് പഠിക്കാമെങ്കിൽ ഇത് പഠിച്ചുകൂടാ നിങ്ങൾ. ഇവിടെ വെള്ളിത്തകിട് മാറ്റി ഇവിടെ സ്വർണ്ണത്തകിട് അല്ലേ. ഇത് ബാറ്ററിയുടെ സിൽവർ സയനൈഡ് ആണെങ്കിൽ ഇവിടെ ഗോൾഡ് സയനൈഡ്, ഇവിടെ സോഡിയം സയനൈഡ് ആണെങ്കിൽ ഇവിടെയും സോഡിയം സയനൈഡ് അല്ലേ. ഇവ ചേർത്ത് എഴുതുക. ഇത് പഠിക്കാമെങ്കിൽ ഇത് എഴുതാം. എന്ന് വെച്ചാൽ ഇരുമ്പ് വളയിൽ നമ്മൾ വെള്ളി പൂശുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇരുമ്പ് വളയിൽ സ്വർണം പൂശുകയാണെങ്കിൽ എന്ത് ചെയ്യണം കേട്ടോ. അതപ്പോൾ ഒരെണ്ണം പഠിക്കാമെങ്കിൽ നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റും. അതായത് ഈ സംഭവം ഒരെണ്ണത്തിൽ മറ്റൊന്ന് പൂശുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാവും നിങ്ങളെ അതിൻ്റെ അർത്ഥം. ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതിപ്പോൾ നമ്മൾ ഈ വളയിലൊക്കെ ഏതെങ്കിലും ഇപ്പോൾ വെള്ളി പൂശുന്നതായാലും ചെമ്പ് പൂശുന്നതായാലും സ്വർണം പൂശുന്നാലും ഇങ്ങനെ പൂശുന്ന ഒന്നിൻ്റെ ഇങ്ങനെ മറ്റൊരു ലോകം വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത ലേപനം എന്ന് അറിയപ്പെടുന്നത്. കോട്ടിങ് അല്ലേ. കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നത്, അതേ ഉള്ളൂ സംഭവം. കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എളുപ്പമല്ലേ. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെ വൈദ്യുത ലേപനം എന്നാവും നിങ്ങളെ അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അത് എഴുതിയെടുക്കണേ. ഇനി അടുത്തത് നോക്കൂ നിങ്ങളെ, ചെറുനാരങ്ങ കൊണ്ടൊരു ബാറ്ററി. ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 നാരങ്ങ എന്നുണ്ട് കണ്ടോ. ചെറുനാരങ്ങയാണ് കേട്ടോ ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺസ്. നോക്കണേ, ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുനാരങ്ങയിൽ സിങ്ക് കോപ്പർ ആണികൾ. ഇത് സിങ്കും കോപ്പറും കേട്ടോ. നോക്കി 2 എണ്ണം സിങ്ക് കോപ്പർ 2 എണ്ണവും കൂടെ ആണികൾ ക്രമീകരിച്ച് അവയെ ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഇവ ഒരു LED-യുമായിട്ടുണ്ട്. ഇവിടെ ഒരു ബൾബും കൊടുക്കുക. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നിട്ട് ഒരു LED-യുമായിട്ട് ബന്ധിപ്പിക്കുക. അന്നേരം അത് കത്തുപോകുന്നു. വീട്ടിൽ നാരങ്ങ അടപ്പുണ്ടെങ്കിലേ അതിനകത്തിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ആണി ഉണ്ടെങ്കിൽ അത് വെച്ച് ഘടിപ്പിക്കുമ്പോൾ പ്രകാശം കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ടാ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ നിങ്ങളെ കേട്ടോ. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയാലോ. നോക്കിയേ, LED പ്രകാശിക്കുന്നത് ഏത് ഊർജ്ജം ഉപയോഗിച്ചാണ്? ഇവിടെ നമ്മുടെ നാരങ്ങയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഏത് ഊർജ്ജമായിരിക്കും നിങ്ങളെ ഇവിടെ? വൈദ്യുതോർജ്ജമായിരിക്കും കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി. ഈ വൈദ്യുതോർജ്ജത്തിൻ്റെ സ്രോതസ് ഏതായിരിക്കും എന്ന് ചോദിക്കും. നാരങ്ങയ്ക്കകത്തുള്ളത് ഏതാ? കെമിക്കൽ എനർജി അല്ലേ. കെമിക്കൽ എനർജി ആവും നിങ്ങളെ. ഇവിടെ ചെറുനാരങ്ങയിലെ ആസിഡും ലോഹവുമായി പ്രവർത്തിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് അടുത്തത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. If electrical energy is absorbed or produced during a chemical reactions, it is known as electrochemical reactions. എന്താ നിങ്ങളെ? If electrical energy is absorbed or produced during a chemical reaction, it is known as electrochemical reaction. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങളെന്ന് പറയുന്നു കേട്ടോ. ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് പഠിച്ചില്ലേ. കുറേ എണ്ണത്തിൽ അത് അബ്സോർബ് ചെയ്യുന്നു, ചിലതിൽ ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് ആഗിരണം ചെയ്യുന്നു, ചിലതിൽ അത് ഇപ്പം മിന്നാമിനിങ്ങിൻ്റെ കാര്യം പറയുന്നു. അതിൻ്റെ ഫയർഫ്ലൈ അല്ലേ, അതിൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശം പുറത്തു വിടുന്നു. നമ്മൾ പ്രകാശ സംശ്ലേഷണം പഠിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? അത് പ്രകാശത്തിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി എണ്ണം നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ കുറേ അങ്ങോട്ട് കൊടുക്കുന്നു, കുറേ ഇങ്ങോട്ട് കൊടുക്കുന്നു ഇല്ലേ. ഈ ഓരോ രാസപ്രവർത്തനം നമ്മളിപ്പോൾ പഠിച്ചപ്പോഴും ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. കുറച്ച് ആഗിരണം ചെയ്യുകയും കുറച്ച് പുറത്തു വിടുകയും ചെയ്യുന്നതൊക്കെ കണ്ടു. ഇതിൽ പ്രധാനപ്പെട്ട ഊർജ്ജ രൂപവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാസപ്രവർത്തനം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, നോക്കണേ. നിങ്ങൾക്ക് ഇത് പരീക്ഷയ്ക്ക് തിരിച്ചു മറിച്ചുമൊക്കെ തരും. എന്നിട്ട് നിങ്ങൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കുമായിരിക്കും കേട്ടോ. പദാർത്ഥങ്ങളുടെ ജ്വലനം. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങളെ. പദാർത്ഥങ്ങളുടെ ജ്വലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വലനം എന്ന് കേൾക്കുമ്പോഴേ എന്താണ്? താപം പുറത്തു വിടുന്നു, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. നോക്കണേ, അതെ, പദാർത്ഥങ്ങളുടെ ചൂടേറുന്ന വിഘടനമാണെങ്കിലും അവിടെ ചൂടുമായിട്ട് എന്താണോ അത് താപം എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അതെല്ലാം താപമാണ് കേട്ടോ. അത് ഓർത്തോടെ, താപം അബ്സോർബ് ചെയ്യുന്നു. ഇനി
ജൈവദീപ്തി, നമ്മൾ എന്തിനാ ജൈവദീപ്തി പഠിച്ച ഏതിലായിരുന്നു? മിന്നാമിനിങ്ങിൻ്റെ അല്ലേ? പ്രകാശം അതും പുറത്തു വിടുന്നു. പ്രകാശം ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ചെറുനാരങ്ങ കൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ കുഞ്ഞുങ്ങളെ? ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ലാണെങ്കിലോ അതും എന്താ സെല്ല് വെച്ചപ്പോൾ അതും എന്താ വൈദ്യുതിയെ ലിബറേറ്റ് പുറത്തു വിടുന്നു. സോഡിയം ക്ലോറൈഡ് ലായനി നമ്മൾ പഠിച്ചു അല്ലേ? സോഡിയം ക്ലോറൈഡ് ലായനിയുടെ ഇപ്പം നമ്മൾ പഠിച്ചു ഉപ്പിൻ്റെ എന്താ അതും എന്ത് ചെയ്യുന്നു? വൈദ്യുതിയെ അബ്സോർബ് അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നു. ഇതിപ്പോൾ ഓർഡറിൽ കറക്റ്റായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ ബോക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ തിരിച്ചു മറിച്ചും ഒക്കെ തരും കേട്ടോ. ദ്രവ്യരൂപങ്ങളെക്കുറിച്ചും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയല്ലോ. ഇവയിൽ മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്നതും അല്ലാത്തതുമായുണ്ട്. ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് നോക്കി കുഞ്ഞുങ്ങളെ ലെറ്റസസ് നോക്ക് വിലയിരുത്താം. ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ പദാർത്ഥങ്ങളുടെ കണിക ക്രമീകരണത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇംഗ്ലീഷുകാർക്ക് മലയാളംകാർക്കും ഉണ്ട് കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഖരം ദ്രാവകമാകുന്നു. ഖരം ദ്രാവകമാകുമ്പോൾ എന്താ? സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എന്താ കുഞ്ഞുങ്ങളെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ആവുന്നു. എല്ലാ ഇംഗ്ലീഷും മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ടും കൂടെ ആയതുകൊണ്ട് ഞാൻ കുഞ്ഞായിട്ടാണ് എഴുതിയത് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? ഖരം ദ്രാവകമാകുന്നു, സോളിഡ് ലിക്വിഡ് ആകുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്, കണികൾ തമ്മിലുള്ള ദൂരവും കൂടുന്നു. ഇനി ദ്രാവകം ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴോ അതും ഇതുപോലെ തന്നെയാണ്, കണികൾ തമ്മിലുള്ള ദൂരം കൂടുന്നു. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് തന്നെയാണ് അതും. ഇനി മൂന്നാമത്തെ, വാതകം ദ്രാവകമാകുമ്പോഴോ, വാതകം എന്ന് വെച്ചാൽ ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആക്കുമ്പോഴോ കണികൾ തമ്മിലുള്ള ദൂരം അങ്ങ് കുറയും കേട്ടോ, ഡിക്രീസ്. ഇത് നമ്മൾ ഫസ്റ്റ് ആദ്യം പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇപ്പം നോക്കിയാൽ തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പുറത്തുവിടുന്ന ആഗിരണം ചെയ്യുന്നതുമായ പ്രധാന ഊർജ്ജ രൂപങ്ങൾ നോക്കൂ നിങ്ങളെ. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുന്നു. ഏതിനകത്തിലാണ് നമ്മൾ പഠിച്ചത്? താപരാസപ്രവർത്തനം, തെർമോകെമിക്കൽ എന്ന് പറയുന്നതിനകത്തിൽ നമ്മൾ പഠിച്ചതാ അല്ലേ? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു അല്ലേ? ഹീറ്റ് എനർജി എന്ന് വെച്ചാൽ എന്താ? താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്നു കേട്ടോ. താപരാസ പ്രവർത്തനം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏത് പ്രധാന ഊർജ്ജ രൂപമാണെന്നാണ് കേട്ടോ. അപ്പോൾ എന്താ? താപരാസ പ്രവർത്തനമാണ്, ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. ഇനി നോക്കിയേ, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നു. ഇപ്പം നമ്മൾ പഠിച്ചത് ഏതാ? ഇലക്ട്രിസിറ്റിയാണ് അവിടെ അബ്സോർബ് ചെയ്യുന്നത്. അത് ഇലക്ട്രോ കെമിക്കൽ വൈദ്യുത രാസ പ്രവർത്തനമാണ്. ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? മിന്നാമിനിങ് മിന്നുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞതാ ലൈറ്റ് ലിബറേറ്റ് ചെയ്യുകയാണത് അല്ലേ? ഫോട്ടോ കെമിക്കൽ, അവിടെ ഫോട്ടോയാണ്, ഫോട്ടോ കെമിക്കൽ പ്രകാശ രാസ പ്രവർത്തനമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നത് ഹീറ്റാണ് അബ്സോർബ് ചെയ്യുന്നത്. തെർമോ കെമിക്കൽ ആണ് അവിടെ കേട്ടോ, തെർമോ കെമിക്കൽ. ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശം, ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ അല്ലേ? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോ കെമിക്കൽ വൈദ്യുത രാസ പ്രവർത്തനം. മലയാളവും ഇംഗ്ലീഷും എഴുതിയുണ്ടാവും നിങ്ങൾ. ഇത് ഒരുപാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ എടുത്തിട്ട് ചൂടാക്കുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ട് കത്തിച്ച് വെക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ അല്ലേ? രണ്ടാമത്തെ ലിങ്കിലാന്ന് തോന്നുന്നതോ 3-ലോ പറഞ്ഞതാവും നിങ്ങളെ. എന്താ? ആ ചന്ദനത്തിരി കൊണ്ട് വെച്ചിരുന്ന അതെന്തെന്ന് ഫ്ലെയറിങ്, അത് അവിടെ അത്രയും ഭാഗം ആളിക്കത്തും അല്ലേ? ആളിക്കത്തുന്നു. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഈ ആളിക്കത്താൻ സഹായിക്കുന്ന ആരാ കുഞ്ഞുങ്ങളെ? ഓക്സിജൻ. എപ്പോഴും ഓർത്താൽ മതി കേട്ടോ. എന്തും കത്താൻ സഹായിക്കുന്ന ആൾ നമ്മുടെ ഓക്സിജനാണ്. ഏത് തരം രാസപ്രവർത്തനം അവിടെ നടന്നത്? തെർമോ കെമിക്കലാണ് അല്ലേ? അവിടെ ഏത് തരം എന്ന് വെച്ചാൽ താപരാസ പ്രവർത്തനമാണ്. ഹീറ്റ്, ചൂടല്ലേ? അപ്പോൾ അവിടെ താപരാസ പ്രവർത്തനമാണ്. സിൽവർ നൈട്രേറ്റിൽ മുക്കിയിട്ട് വെയിലത്ത് വെച്ച ഒരു വെളുത്ത തുണി കറുത്തു പോകുന്നു. അതും നമ്മളിപ്പോൾ പറഞ്ഞ എന്താ? ലൈറ്റ് എനർജി, പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സിൽവർ കറുത്തു പോകുന്നു അല്ലേ? ലൈറ്റ് കളർ ചേഞ്ച് ആവുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ പേര് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാം മലയാളം ഉണ്ടായിരുന്നേ കുഞ്ഞുങ്ങളെ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ എന്താ? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്നാണ് കേട്ടോ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ പ്രകാശ രാസപ്രവർത്തനങ്ങൾ. സോഡിയം ലോഹം ജലവുമായിട്ട് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. സോഡിയം ലോഹം ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളെ, ഈ പ്രവർത്തനങ്ങളിൽ അഭികാരങ്ങൾ, അതായത് റിയാക്റ്റൻ്റ് ആരൊക്കെ ആയിരിക്കുമെന്ന്? സോഡിയം ലോഹവുമായിട്ട് ആരൊക്കെയാ? സോഡിയവും വാട്ടറുമായിരിക്കും അവിടെ കേട്ടോ. ഈ പ്രവർത്തനത്തിലെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ആരൊക്കെയായിരിക്കും? ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ അതിനകത്തിലെ മൊത്തം എക്സർസൈസും ചെയ്തിട്ടുണ്ട്. ഈ പാഠം ഇത്രയേ ഉള്ളൂ. വൃത്തിയായിട്ടിരുന്ന് പഠിച്ചോണേ. എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ആൻസർ എഴുതിയെടുത്തിട്ടുണ്ട്. നോട്ട് ബുക്ക് എടുത്തിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു കുഞ്ഞുങ്ങളെ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾ കമൻ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല.
പറയണേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.